ചോദിക്കട്ടെ എം ആർ അഭിലാഷ്, ഈ SFIOയുടെ ഈ നീക്കം, അതായത് കുറ്റപത്രം സമർപ്പിക്കുകയും വീണ വിജയൻ അടക്കമുള്ളവർ പ്രതി ചേർക്കപ്പെടുകയും ചെയ്ത ഈ നീക്കത്തെ രാഷ്ട്രീയ പ്രേരിതമായി അവതരിപ്പിക്കുന്നതിൽ കഴമ്പുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ ഡൽഹിയിലും ജാർഖണ്ഡിലും ഒക്കെ BJPക്ക് എതിരെ നിൽക്കുന്ന, എതിർചേരിയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇനി SFIയുടെ ഇനിയുള്ള തുടരന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഒരു നീക്കമായിരിക്കുമോ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ശ്രീ ഗോപികൃഷ്ണൻ, ഇതിനകത്തിപ്പോ SFIO സമർപ്പിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് തന്നെയാണ്. SFIOയുടെ അന്വേഷണം കംപ്ലീറ്റ് ആണ്. ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ ഒരു അസ്പഷ്ടീകരിക്കുന്നതിലൂടെ, അതായത് അത് എത്രത്തോളം അത് ക്ലിയർ അല്ലാതെ അവനവന്റെ പ്രൊപ്പഗാൻഡിക് നറേറ്റീവിലൂടെ ക്ലിയർ അല്ലാതാക്കി മാറ്റാൻ കഴിയുമോ, അത്തരത്തിൽ എല്ലാ വിഷയവും പൊളിറ്റീഷ്യൻസ് അങ്ങനെയാണ് നിർഭാഗ്യവശാൽ ചെയ്യുന്നത്. പൊളിറ്റിക്സ് ഒരു വളരെ പവിത്രമായുള്ള ഒരു കാര്യമാണെങ്കിലും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നേതാക്കന്മാരെ ഡിഫെൻഡ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാകുമ്പോൾ അങ്ങനെയൊക്കെ അവർ പറയും. ഇപ്പോ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് എന്ന് പറയുന്നതിനകത്ത് വളരെ വ്യക്തമായിട്ട് ചില ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഉത്തരവിന്റെ 7.4 7ാം പാരഗ്രാഫിലെ 4ാമത്തെ ഉപ പോയിന്റ് 7.4 എന്നുള്ള പോയിന്റ് നാം പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ അസസി, ഞാനതിന്റെ ജസ്റ്റ് മലയാളമാണ് വായിക്കുന്നത്, ഇംഗ്ലീഷിലാണ് ഓർഡർ. അസസി കമ്മീഷനിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു ഒരു വസ്തുത. അതെന്താണ്? ഷീ ഈസ് എ ഡോട്ടർ ഓഫ് എ പൊളിറ്റിക്കൽ ലീഡർ ഹൂസ് ഇനീഷ്യൽസ് ആർ എക്സ്പ്ലെയിൻഡ് ആൻഡ് ടു ഹും മേജർ പേയ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ്. അതായത് ഇവര് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ മേജർ പേയ്മെന്റ്സ് കൊടുത്തിട്ടുള്ളത് എന്ന്. അപ്പൊ ഈ അസസി കൺസീൽ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളത് വസ്തുതാപരമായിട്ടൊരു കാര്യമല്ലേ? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യവുമല്ല. ഇങ്ങനെ ഒരു വിഷയത്തിൽ സെറ്റിൽമെന്റിന് വേണ്ടി ഒരു അസസി ചെല്ലുമ്പോൾ സത്യസന്ധമായിട്ടെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണമെന്നുള്ളത് നിയമത്തിന്റെ ഒരു റിക്വയർമെന്റ് ആണ്. അപ്പൊ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇങ്ങനെ ഒരു ഉത്തരവ് പാസ്സാക്കുന്ന സമയത്ത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ പോളണ്ടിനെ കുറിച്ചൊന്നും പറയരുത് എന്ന് പറയുന്നത് പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ. എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള വളരെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ് ഉള്ള ഈ ഒരു റിപ്പോർട്ടിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ശ്രീമതി വീണ തായ്ക്കണ്ടിയിൽ അല്ലെങ്കിൽ ശ്രീമതി വീണ വിജയൻ ഒരു കോടതിയിലും പോയിട്ടില്ല. നമുക്കെതിരെ വ്യക്തിപരമായി ആൾക്കാർ ആരോപണം ഒരുപക്ഷെ ഉന്നയിച്ചേക്കാം, സൗഹൃദം കൊണ്ടും ശത്രുത കൊണ്ടും ഒക്കെ. പക്ഷേ ഒരു സ്ഥാപനം, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയി ഇത് എക്സ്പെൻഡ് ചെയ്ത് കളയാൻ ആവശ്യപ്പെടില്ലേ ഈ ആരാണോ അഫക്ട് ചെയ്യപ്പെടുന്നത് അവർ? ഇതിനകത്ത് അങ്ങനെ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലല്ലോ. നേരെ മറിച്ച് SFIO അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് വീണ കോടതിയെ സമീപിച്ചത് 2024 ഫെബ്രുവരി 16. അല്ല, ഇത് ഈ സംഭവം എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് അതിനുശേഷമാണല്ലോ. അതാണ് പറയേണ്ടത്. ഇതാണ് മൂല കാരണം. എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതിനകത്ത് വ്യക്തമായിട്ട് ഒരു പൊതു താല്പര്യമുണ്ട് എന്നത് കണക്കിലെടുത്തിട്ടാണ് കമ്പനി നിയമത്തിന്റെ 212ാം വകുപ്പ് അനുസരിച്ച് ഇത് SFIOയ്ക്ക് ഒരു പ്രത്യേക അന്വേഷണ ചുമതലയായിട്ട് നൽകുന്നത്. ഈ പൊതു താല്പര്യം എന്ന് പറയുന്നത് കമ്പനി നിയമത്തിൽ നിർവചിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഷെയർ ഹോൾഡേഴ്സിന്റെ വിഷയം മാത്രമല്ല, അതിനപ്പുറത്തുള്ള ഒരു ബ്രോഡർ പബ്ലിക് ഇൻട്രസ്റ്റും കൂടെ ഇവിടെ ഉണ്ട് എന്ന് അങ്ങനെ ഒരു SFIO അന്വേഷണത്തിൽ അവിടെ കാരണമായിട്ട് കണ്ടു. ഇനിയിപ്പോ ഇത്തരത്തിൽ വളരെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്ങോടുകൂടി അവരെ കുറ്റാരോപിതയാക്കിക്കൊണ്ടാണ് ഇപ്പോ ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ CRPC പ്രൊവിഷൻസ് പ്രകാരം ചാർജ് ഷീറ്റ് എന്ന് പറയാവുന്ന റിപ്പോർട്ട് അവിടെ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ പുറത്ത് ഇനിയിപ്പോ വിചാരണ കോടതി അത് പരിശോധിച്ച് യുക്തിസഹമെന്ന് തോന്നുമ്പോൾ അതിനകത്ത് വിചാരണ നടപടിയിലേക്ക് അവിടെ കടക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഈ SFIOയുടെ റിപ്പോർട്ട് പ്രകാരം നടക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന 447 പ്രകാരമുള്ള ഒരു ഒഫൻസ് എന്ന് പറയുന്നത് അതൊരു വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ഒഫൻസ്. 10 വർഷം അവരെ ജയിൽ ശിക്ഷയ്ക്കൊന്നും വിധിക്കുന്നൊന്നുമല്ല. ഗൗരവമുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് ഷെയർ ഹോൾഡേഴ്സിനെയും സർക്കാർ ഉൾപ്പെടെ ഷെയർ ഹോൾഡറായിട്ടുള്ള പൊതുപണം വിനിയോഗിക്കപ്പെടുന്ന ഒരു സമ്പ്രദായത്തെയും വഞ്ചിച്ചുകൊണ്ട് ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കാനോ മറ്റെന്തോ കാരണത്താൽ
ഇതുപോലെ സർവീസ് കൊടുക്കാതെ പണം സ്വീകരിച്ചു എന്നിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഫ്രോഡാണ് ഇവിടെ കമ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ 447 PMLA നിയമപ്രകാരം ഇത് ED അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു വകുപ്പാണ് എന്നുള്ളത് കൊണ്ട് ഇനിയാണ് EDയുടെ നടപടിക്രമങ്ങൾ മാൻഡേറ്ററി ആയിട്ട് തുടങ്ങുന്നത്. അതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് മറ്റ് സ്വാധീനങ്ങൾ വരുന്നില്ല, സത്യസന്ധമായിട്ടാണ് അന്വേഷണം നടക്കുന്നത്, അതിനകത്ത് രാഷ്ട്രീയ ഒത്തുതീർപ്പുകളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ശ്രീമതി വീണ വിജയന്റെ അക്കൗണ്ടിൽ ലഭിക്കപ്പെട്ട 2.7 crore rupees എന്ന് പറയുന്നത് അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ്. അവിടെ അന്വേഷിക്കുന്നത് എന്താണ് ഇവിടെ യഥാർത്ഥ ക്രൈം എന്നുള്ളതാണ്. അവിടെ EDയുടെ കരങ്ങൾ ബന്ധിക്കപ്പെടുന്നില്ല. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിച്ചു എന്നുള്ളതല്ല ക്രൈം. ഇവിടെ ക്രൈമായിട്ട് വരുന്നത് ഈ മണി ട്രെയിൽ പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ കാരണഭൂതമായിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ടല്ലോ, ആ ഒഫൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് EDയുടെ ഉത്തരവാദിത്വം. ആ ഒഫൻസിലേക്ക് വരുമ്പോഴാണ് ഇവിടെ അഴിമതി നിരോധന നിയമപ്രകാരം സെക്ഷൻ 13 പ്രകാരം ക്രിമിനൽ മിസ്കോണ്ടക്ട് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് പ്രകാരം ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവരെ എൻട്രി ചെയ്യുന്നതിലൂടെ ഒരു അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അപ്പൊ അവരെ SFIO പ്രോസിക്യൂട്ട് ചെയ്യുന്നതിലൂടെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസ് അവിടെ അത് തീരുന്നില്ല. ഇത് നിയമപരമായിട്ട് സത്യസന്ധമായിട്ട് നടപടി മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ്. ED നടപടിക്രമങ്ങളിലൂടെ അഴിമതി നിരോധന നിയമപ്രകാരം ഈ മണി ലോണ്ടറിംഗിന്റെ മണി ട്രെയിൽ പരിശോധിച്ച് കഴിയുമ്പോഴാണ് ഒരു ഗ്രേവർ ഒഫൻസ് അവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പൊ ഈ പ്രൊസീഡിങ്സ് എല്ലാം ന്യായമായിട്ടും മാന്യമായിട്ടും അന്വേഷിച്ച് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇത് ശിക്ഷയിലേക്ക് നയിക്കേണ്ടതായിട്ടുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ക്വിഡ് പ്രോക്കോ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയില്ലേ? ഈ 2.7 കോടി രൂപ എന്ത് ചെയ്തിട്ടാണ് അവർ സ്വീകരിച്ചത് എന്നുള്ള ഒരു ചോദ്യം തങ്ങളോട് ചോദിക്കാൻ ഏതൊരു പൗരനും ഒരു സാമാന്യ യുക്തി അയാളെ പ്രേരിപ്പിക്കില്ലേ? ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല. പിന്നെ രാഷ്ട്രീയം കൽപ്പിച്ച് കാണുന്നതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒഴികഴിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. പിന്നെ ഡൽഹിയിലും ജാർഖണ്ഡിലും ഒക്കെ രാഷ്ട്രീയം പ്രേരിതമായിട്ട് നടപടിക്രമങ്ങൾ അവിടെ വിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പൊളിറ്റിക്കൽ എക്സസസ് അവിടെ നടന്നിട്ടുണ്ട്, അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെയും ഡൽഹിയിലാണെങ്കിൽ തന്നെയും അതിനൊക്കെ കാരണമായിട്ടൊരു ബേസിക് ഒരു ആക്ട് ഓഫ് ഒരു കറപ്ഷൻ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ രാഷ്ട്രീയമായിട്ട് ദുർവിനിയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു അഡ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. അതിനോട് ഒരു തരത്തിലും നമ്മളും വിയോജിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ 2.7 കോടി രൂപ എന്തിന് വാങ്ങി എന്ന് കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരൻ ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരു ചിന്തയും ഇല്ലാതെ തന്നെ ഇത് എന്തിനാണ് കൊടുത്തതെന്നും എന്തിനാണ് വാങ്ങിയതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ശരി, ശ്രീ ഷോൺ, ഇതിനകത്ത് രാഷ്ട്രീയം കൽപ്പിച്ച് കാണുന്നതിലൂടെ നാം ഇതിനെ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ശരി, അഡ്വക്കേറ്റ് തുടക്കം മാത്രമാണ് ശ്രീ ഗോപി. മനസ്സിലായി.